ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വേസ്റ്റ് കവറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ ഒരു റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള 4 പീസുകളാണ് നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. ഇത് ഓരോന്നും നമുക്ക് കോൺ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലോ ടാപ്പ് എടുത്തിട്ടുള്ളത്. ഓരോ പീസും നമ്മൾ ഇതുപോലെ കോൺ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് സെല്ലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിന്ന് വേസ്റ്റ് കവർ വെച്ച് ഒരു കുഞ്ഞു വാൾ ഡെക്കറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 പീസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 4 പീസും കോൺ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളത് വേസ്റ്റ് കവറിൻ്റെ ഈ ഒരു പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. വേസ്റ്റ് കവറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തത് വീണ്ടും നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വേസ്റ്റ് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ വീതി കുറഞ്ഞ സാറ്റൻ റിബൺ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൽ ഓരോന്നിലും ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഓരോന്നിലും അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള 4 എണ്ണത്തിലും നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കണം. അതിലെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിതിൽ ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് ഓരോന്നും കോൺ ഷേപ്പിലാക്കി സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുത്ത ഭാഗത്താണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഓരോന്നും ഇതുപോലെ ഒട്ടിച്ചെടുക്കേണ്ടത്. വീണ്ടും നമ്മൾ സാറ്റൻ റിബൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും കൂടെ നമ്മൾ സാറ്റൻ റിബൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അതും നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. സാറ്റൻ റിബൺ കൊണ്ട് തന്നെ ഒരു കുഞ്ഞു ബോ ഷേപ്പ് ഉണ്ടാക്കിയെടുത്ത് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുട പോലെയുള്ള ഒരു കുഞ്ഞു വാൾ ഡെക്കറാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നെറ്റിൻ്റെ പീസാണ്. നമ്മളിതുപോലത്തെ ഡിസൈനുള്ള നെറ്റിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന നെറ്റിലുണ്ടായിരുന്ന ഫ്ലവർ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് ആ നെറ്റിൻ്റെ ഭാഗം മുഴുവനായും ഇതുപോലെ ഒന്ന് കളയുന്നുണ്ട്. ഇപ്പം നമുക്കത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഫ്ലവറും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ വേറെയും കുറച്ചെണ്ണം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ഗ്രീൻ കളർ ജൂട്ട് ത്രെഡാണ്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ജൂട്ട് ത്രെഡ് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് ഓരോ പീസാക്കി ഓരോന്നിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവറും നമുക്കതിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ജൂട്ട് ത്രെഡ് എല്ലാം നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിതിൽ പുറത്തേക്ക് നിൽക്കുന്ന ഇതിലും കൂടെ പൂക്കളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും ഇതുപോലെ ഇതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചെടുക്കണം. ഇതിനധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചും ചുമരിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.